വാട്സ്ആപ്പ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ മുൻപ് ഒരു ഹാൻഡ് വാക്കിന്റെ അല്ലെങ്കിൽ ഒരു ഹാൻഡ് സ്റ്റാൻഡിന്റെ വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെയാണ് ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ കോമൺലി കണ്ടുവരുന്ന 3 മിസ്റ്റേക്കുകളാണ് നമ്മൾ ഈ വീഡിയോനകത്ത് പറയുന്നത്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഈ മിസ്റ്റേക്ക് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹാൻഡ് വാക്ക് അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോനകത്ത് ഹാൻഡ് സ്റ്റാൻഡിൽ വരുന്ന 3 കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് മുന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ആ വീഡിയോനകത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ വെറും 3 മിസ്റ്റേക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം അവസാനത്തെ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരിഹരിക്കാതെ നമുക്കിത് ഒരിക്കലും പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്കിലേക്ക് വരാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കിക്ക് ഓഫ് ദ ലെഗ്. അതായത് നമ്മൾ ബിഗിനറായി ഒരാൾ ഹാൻഡ് വാക്കോ അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കിക്ക് ഓഫ് ചെയ്യാത്തൊരവസ്ഥ. ഇത് മെയിൻലി 2 പോർഷൻസ് ആണ് ഉണ്ടാവാറ്. അതായത് മുന്നോട്ട് മറിഞ്ഞ് വീഴുമോ എന്നുള്ള പേടി കാരണം 45 ഡിഗ്രി വരെ നമ്മുടെ കാല് പൊക്കിയിട്ട് പിന്നെ താഴ്ത്തി വെക്കും. അല്ലെങ്കിൽ ഓവറായിട്ട് കിക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. ഇതെനിക്ക് മുന്നേയും എനിക്ക് സംഭവിച്ച കാര്യമാണ്. ഇതേപോലെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പരിഹരിച്ചത്, അല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ ഹാൻഡ് സ്റ്റാൻഡിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മൾ കാണിച്ച പോലെ ഒരു വാള് അല്ലെങ്കിൽ ഒരു ചുമരിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് കിക്ക് ഓഫ് ചെയ്ത് പഠിക്കുക. അത് കിക്ക് ഓഫ് ചെയ്ത് നിങ്ങളെ പേടി എത്രത്തോളം മാറുന്നോ, നിങ്ങൾക്ക് എപ്പോൾ ബാലൻസ് കിട്ടുന്നോ അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. 1-2 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏട്ടനെയോ അനിയനെയോ ഫ്രണ്ടിനെയോ കൂടെ കൂട്ടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര റിസ്കി ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് പൊസിഷനാണ്. അതായത് ഒരു ബിഗിനറായ ആൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കയ്യിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മുടെ മുട്ടാണ്. നമ്മുടെ കൈമുട്ട് എപ്പോഴും നൂർത്തിയിരിക്കണം. അതായത് കൈമുട്ടിന് ഒരിക്കലും ബെൻഡ് വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹാൻഡ് സ്റ്റാൻഡ് പലപ്പോഴും വീഴാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മൾ കൈമുട്ട് മടക്കി വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ തറയിലിടിക്കുന്നത് നമ്മുടെ തലയായിരിക്കും. നിങ്ങൾ വാളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ കൈമുട്ട് മടക്കി വെക്കരുത്. കാരണം എങ്ങാനും ബാലൻസ് തെറ്റി നിങ്ങൾ താഴേക്ക് വീഴുകയാണെങ്കിൽ ഫസ്റ്റ് പോയിട്ട് നിങ്ങളുടെ തല പോയി താഴെ ഇടിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലെ പാമിലെ വിരലുകൾ എപ്പോഴും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് എങ്ങനെയാണോ വെക്കാൻ പറ്റുക ആ തരത്തിൽ വെക്കുക. അതായത് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് സ്റ്റാൻഡിന് കൂടുതൽ ബാലൻസ് കിട്ടും, അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും എന്നൊന്നും ഇതിന് യാതൊരുവിധ തിയറിയും ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് എങ്ങനെ വെക്കാൻ പറ്റുമോ അങ്ങനെ മാത്രം നിങ്ങൾ വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ മിസ്റ്റേക്ക് നോക്കാം. ഫൈനൽ മിസ്റ്റേക്ക്. 3ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് പൊസിഷനാണ്. അതായത് നമ്മുടെ തലയുടെ പൊസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസിങ് മൊത്തം ഔട്ടാവും. നമ്മൾ ബിഗിനറായിട്ടുള്ള എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണിത്. ഒരു 70% ഓഫ് ഹാൻഡ് സ്റ്റാൻഡിൻ്റെയും ബാലൻസിങ് നമുക്ക് തരുന്നത് നമ്മുടെ ഹെഡാണ്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ബാക്ക്വേർഡായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് സ്റ്റാൻഡിൻ്റെ ബാലൻസ് മൊത്തം ഔട്ടാവും. നമ്മൾ നേരെ തറയിലേക്ക് ലാൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ ഹെഡ് വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ബാലൻസിങ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഹെഡ് വെക്കേണ്ടത് നമ്മുടെ പാമിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടാണ്. ഒരിക്കലും സ്ട്രെയിറ്റ് ബാക്ക്വേർഡ് ആയിട്ട് നോക്കരുത്. നമ്മളെ ലുക്ക് എപ്പോഴും താഴോട്ടേക്ക് ആയിരിക്കണം. നമ്മൾ തറയിൽ പാമ്പ് വെക്കുന്ന സമയത്ത് താഴോട്ടേക്ക് ആയിരിക്കണം, എന്നിട്ട് കാല് സ്ട്രെയിറ്റ് മുകളിലേക്ക്. അപ്പോൾ 3 മിസ്റ്റേക്കുകളും നമ്മൾ കഴിഞ്ഞു. ഈ മിസ്റ്റേക്കുകൾ 3 നിങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ 3 മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോ തീർത്തതാണ്, കാരണം ഒരു മഴ ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. അതിന് മുന്നേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻസ് കുറിച്ചോ, എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെന്താ, എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ അറിയാലോ, കൊറോണ സീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് പരിക്കുകളൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് പഠിക്കുക. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, സപ്പോർട്ടിന് ആളില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ. ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇഞ്ചുറി എന്തായാലും വരും. ആ പെയിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ പേടിയായിരിക്കും.
പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിൽ നിന്നൊരു വലി ഉണ്ടാവും ബാക്കോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. പെയിൻ ഉണ്ടെങ്കിലേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുക. ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ബി സേഫ്. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നീക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.